കാലമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. നാടും നഗരവും വീടും വിട്ടുകാലും പുണ്യ റബീഇനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. സ്വഹാബത്തിന് നബിയോടുള്ള സ്നേഹം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിച്ചതിന് പ്രത്യുപകാരമായി നബിയെ അങ്ങോട്ട് സ്നേഹിക്കാനും നമുക്ക് കഴിയണം. ജീവൻ പണയം വെച്ച് നബിയെ സ്നേഹിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് പാഠമാണ്. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ നബി തങ്ങളോട് പറഞ്ഞു, എൻ്റെ ശരീരത്തേക്കാൾ മാറ്റി നിർത്തിയാൽ മറ്റെന്തിനേക്കാളും എനിക്കിഷ്ടം അങ്ങയോടാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ, നീ നിൻ്റെ ശരീരത്തേക്കാൾ എന്നെ സ്നേഹിക്കണം ഉമറേ, എങ്കിലേ നിൻ്റെ വിശ്വാസം പരിപൂർണമാകൂ. എന്നെ വിടുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തെക്കാളും അങ്ങേ ഇഷ്ടപ്പെടുന്നു നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായത്. അറിയില്ലേ, 25കാരനായ ഹുബൈബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് നാം എടുത്തു പറയേണ്ട ചരിത്രമാണ്. യുവത്വത്തിൻ്റെ പ്രസരിപ്പ് തുടിക്കുന്ന ഹുബൈബ് റളിയല്ലാഹുവിനെ ശത്രുക്കൾ പിടികൂടി ബന്ദിയാക്കി. ഇസ്ലാമിൽ നിന്ന് വിട്ടുനിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കാൻ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ശത്രുക്കൾ നടത്തി നോക്കി. നിനക്ക് ഖുറൈശികളിൽ നിന്ന് ഏത് പെണ്ണിനെ വേണമെങ്കിലും വിവാഹം ചെയ്തു തരാം, എത്ര പണം വേണമെങ്കിലും തരാം, ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, നീ മുഹമ്മദിനെ വിട്ടു എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു അൻഹു വഴങ്ങിയില്ല. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ആദർശബോധം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങളോടും ഞങ്ങൾക്ക് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള സ്നേഹം എത്രയാണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല. അതൊക്കെ ഒഴിവാക്കിയിട്ടൊരു പെണ്ണും വേണ്ട, കാശും വേണ്ട, ഞാൻ നിങ്ങളെ കൂടെ വരില്ല കേട്ടോ. ശത്രുക്കളുടെ പ്രലോഭനം താമസമിന് ഭീഷണിയിലേക്ക് മാറുകയാണ്. അവർ പറഞ്ഞു, ഹുബൈബേ, മുഹമ്മദിനെ വിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല്ലും, നീ തയ്യാറാണോ ഹുബൈബ്? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഈ ആദർശബോധത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഹുബൈബിൻ്റെ അസന്നിഗ്ധമായ മറുപടി കേട്ട് കലിപൂണ്ട ഖുറൈശികൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു വധിക്കാനൊരുങ്ങുകയാണ്. മുഹമ്മദ് നബിയോടുള്ള പക വീട്ടാൻ കിട്ടിയ അവസരം അവർ മുതലെടുക്കുകയാണ്. അവസാനം വീണ്ടും അവർ ഹുബൈബിനോട് ചോദിക്കുന്നു, മുഹമ്മദിനെ ഒഴിവാക്കാൻ സന്നദ്ധമാണോ ഹുബൈബ്? ഇടറാത്ത സ്വരത്തോടെ ഇല്ലെന്ന് ഹുബൈബ് പ്രതികരിച്ചു. തുടർന്ന് നടന്ന സംഭവങ്ങൾ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്നതായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ വലതുകൈ പച്ചയിൽ മുറിച്ചെടുത്തു വലിച്ചെറിഞ്ഞു. രക്തം ധാരധാരയായി ഒഴുകി. ഹുബൈബിനോടവർ വീണ്ടും ആവശ്യപ്പെട്ടു, ഇനിയും അവസരം തരാം, മുഹമ്മദിനെ ഒഴിവാക്കാൻ നിനക്ക് സാധിക്കില്ലെങ്കിൽ അത് വേണ്ട, നീ മുഹമ്മദിനെ ഒന്ന് ചീത്ത വിളിച്ചാൽ മാത്രം മതി, നിന്നെ വെറുതെ വിടാം ഹുബൈബ്. സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനത് ചെയ്യില്ല കേട്ടോ. അവരിടത്തെ കൈയും മുറിച്ചു മാറ്റുകയാണ്. പക്ഷേ ഈമാനുള്ള കൽബുമായി ഹുബൈബ് പതറിയില്ല. ശത്രുക്കൾ വലത് കാലം മുറിച്ചു, ഇടത് കാലം മുറിച്ചു. അവസാനം അവർ പറഞ്ഞു, നിനക്ക് ചീത്ത വിളിക്കാനും സാധിക്കില്ലെങ്കിൽ ഈ കഴുമരത്തിൽ നിനക്ക് പകരം മുഹമ്മദിനെ ഞങ്ങൾ തൂക്കിലേറ്റുന്നതൊന്ന് സങ്കൽപ്പിക്കാമോ ഹുബൈബ്?
ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് നിങ്ങൾ പറയുന്നത്? എൻ്റെ ആദർശബോധത്തിൻ്റെ കരുത്തറിയണോ നിങ്ങൾക്ക്? എങ്കിൽ കേട്ടോളൂ. ഞാൻ ഈ കഴുമരത്തിൽ കിടന്ന് പിടയുമ്പോൾ എൻ്റെ മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. തുടർന്ന് അവർ ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറ്റി. ഇതാണ് സ്വഹാബത്ത് നബിക്ക് തിരിച്ചു കൊടുത്ത സ്നേഹം. നമ്മുടെയൊക്കെ നബി സ്നേഹം ഇവിടെയാണ്. ത്യാഗോജ്ജലമായ സ്നേഹമാണ് നബിക്ക് സ്വഹാബത്ത് നൽകിയത്. അക്ഷരാർത്ഥത്തിൽ ജീവൻ കൊടുത്ത് അവർ നബിയെ സ്നേഹിച്ചു. ആ സ്വഹാബത്ത് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ ഇന്നത്തെ നബി സ്നേഹം മതിയാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടി പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്കാകണം. മൗലിദോതി ബഹുമാനിക്കാൻ കഴിയണം. ചര്യ പിന്തുടർന്ന് ജീവിതം ചിട്ടപ്പെടുത്താനാകണം. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ഖവാറസ്മി എഴുതുന്നത് കാണാം. മക്കത്ത് റബീഉൽ അവ്വൽ 12 മസ്ജിദുൽ ഹറാമിൽ മൗലിദാഘോഷം നടത്തിയിരുന്നു. ഓരോ പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയും. എന്നിട്ട് ഭക്ഷണം വിതരണം ചെയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലത്തേക്ക് പോകും. അവിടെ വെച്ച് മദ്ഹുകൾ പാടും, പറയും. ഇങ്ങനെയാണ് സ്വഹാബത്തും പൂർവീകരായ പണ്ഡിതന്മാരും നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. ഇത് മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു വിശുദ്ധമായ റബീഉൽ അവ്വലിനെ ഈമാനോടെ ഊർജ്ജസ്വലതയോടെ മുത്തുനബിയുടെ മദ്ഹ് ഗീതങ്ങൾ മൗലിദുകൾ പാടിപ്പുകഴ്ത്തി വരവേൽക്കാൻ വീടുകളിൽ, പള്ളികളിൽ, മദ്രസകളിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകട്ടെ.